നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പൊതുമരാമത്ത് പണികളും ജനുവരിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി.കെ. ഇബ്രാഹിം കുഞ്ഞ്. ഹോണിബാഗലു പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വിവാദങ്ങൾക്ക് വിട. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ നടപടികൾക്ക് തുടക്കമായി. ദേശീയപാതയിൽ KSRTC സർവീസ് മുടക്കി. പ്രതിഷേധവുമായി BJP. പാഠപുസ്തക വിതരണം വേഗത്തിലാക്കണമെന്ന ആവശ്യം. AISF പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഴ കനത്തു, ഒപ്പം കാറ്റും. കാഞ്ഞങ്ങാട്ട് വീട് തകർന്നു. റമദാൻ മാസത്തിൽ റിലീഫ് വിതരണവുമായി വിവിധ സംഘടനകൾ. കടമ്പാറിൽ SYS പ്രവർത്തകർ റിലീഫ് വിതരണം നടത്തി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഹോണിബാഗലു പാലം ഉത്സവാന്തരീക്ഷത്തിൽ തുറന്നു. മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പൊതുമരാമത്ത് പണികളും അടുത്ത വർഷം ജനുവരിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി V.K. ഇബ്രാഹിം കുഞ്ഞ്. ഉത്സവാന്തരീക്ഷത്തിലാണ് പാലം ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനത്തിലെത്തിയ മന്ത്രി V.K. ഇബ്രാഹിം കുഞ്ഞിനെ നാട്ടുകാർ പൂമാലയിട്ട് സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചു. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ മന്ത്രി പാലം നാടിന് സമർപ്പിച്ചു. മിഷൻ 616 എന്ന പേരിൽ സംസ്ഥാനത്ത് 100 പാലങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടെന്നും അതിൽ 21ാമത്തെ പാലമാണിതെന്നും മന്ത്രി പറഞ്ഞു. മുടങ്ങിക്കിടക്കുന്ന പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. അത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയത് മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ വർക്കുകളുണ്ട്, അതിനു മുമ്പുള്ള ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ വർക്കുകളുണ്ട്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനാണ് മിഷൻ 676 എന്ന പദ്ധതി കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചത്. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, നമ്മൾ ഈ ജനുവരി 5-ാം തീയതി മുതൽ 400 ദിവസം തികയുമ്പോൾ 100 പാലം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. ഈ റോഡിന്റെ അപ്രോച്ച് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും പാലം ഉദ്ഘാടനത്തിനെതിരെ ചിലർ നടത്തിയ പ്രതിഷേധം നിർഭാഗ്യകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PB അബ്ദുൾ റസാഖ് MLA അധ്യക്ഷത വഹിച്ചു. ഹോണിബാഗലു പാലം തുറക്കുന്നതിനെതിരെ നാട്ടുകാർ. ഉദ്ഘാടന ചടങ്ങിനരികിൽ പ്രതിഷേധ മാർച്ച്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പാലം പണി പൂർണ്ണമായും പൂർത്തിയായില്ലെന്നും എന്നാൽ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തുകയായിരുന്നുവെന്നും ആരോപിച്ചായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പുറത്ത് മന്ത്രിയുടെ പ്രസംഗം നടക്കുമ്പോഴായിരുന്നു പ്രതിഷേധ പ്രകടനം. പാലത്തിന്റെ സമീപം താമസിക്കുന്നവരുടെ വീടുകളിലേക്ക് ഇറങ്ങാനുള്ള റോഡും നിർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതുവഴി കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. പ്രതിഷേധത്തിന് KA സന്തോഷ് കുമാർ, K രാമകൃഷ്ണ റായ്, ജെമ്മി ഡിസൂസ, ബാബു ഭണ്ഡാരി, M മുനീർ എന്നിവർ നേതൃത്വം നൽകി. ഒടുവിൽ കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ നടപടികൾ തുടങ്ങി. സ്ഥലപരിശോധന നടപടികളാണ് തുടങ്ങിയത്. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് ജീവൻ വെക്കുന്നു. കോടതി വ്യവഹാരങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ മേൽപ്പാലത്തിനുള്ള ബേസിക് ഇവാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. മേൽപ്പാലത്തിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായി ബേസിക് ഇവാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനായി ലാൻഡ് അക്യൂസേഷൻ തഹസിൽദാർ N പ്രഭാകരയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം മേൽപ്പാലം കടന്നുപോകുന്നതും പരിസര പ്രദേശത്തെ സ്ഥലങ്ങളും പരിശോധിച്ചു. ബേസിക് ഇവാലുവേഷൻ റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മംഗലാപുരം കണ്ണൂർ ദേശീയപാതയിൽ KSRTC സർവീസ് മുടങ്ങി. ഡിപ്പോയ്ക്ക് മുന്നിൽ BJPയുടെ ഉപരോധ സമരം.
ഇലക്ട്രിക് മെഷീൻ കേടായതിനെ തുടർന്നാണ് ശനിയാഴ്ച മംഗലാപുരം കണ്ണൂർ ദേശീയപാതയിൽ KSRTC ബസ് സർവീസ് മുടങ്ങിയത്. സർവീസ് മുടങ്ങിയതോടെ നിരവധി യാത്രക്കാർ ദുരിതത്തിലായി. KSRTCയെ പ്രതീക്ഷിച്ചെത്തിയ പലർക്കും മറ്റു വഴികൾ തേടേണ്ടി വന്നു. സ്കൂളിലും ജോലിസ്ഥലങ്ങളിലും എത്തിച്ചേരേണ്ട യാത്രക്കാർ വഴിവക്കിലായി. സംഭവം വൻ പ്രതിഷേധത്തിനും വഴിയൊരുക്കി. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രവർത്തകർ KSRTC ഡിപ്പോ ഉപരോധിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. യാത്രക്കാരെ പെരുവഴിയിലാക്കുന്ന രീതി തുടർന്നാൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് K ശ്രീകാന്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർവർ കേടായതിൻ്റെ പേരിൽ നിർത്തിവച്ചിരിക്കുന്നത് പ്രതിഷേധാർഹമാണ്. സർവർ കേടായാൽ പകരം പ്രിന്റഡ് ടിക്കറ്റ് നൽകിക്കൊണ്ട് സർവീസ് നടത്താവുന്നതായിരുന്നു. പക്ഷേ KSRTCയുടെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ അനാസ്ഥ കൊണ്ട് ആ സംവിധാനം ഏർപ്പെടുത്താൻ KSRTC അധികൃതർ തയ്യാറായില്ല. നാട്ടുകാരുടെയും BJPയുടെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തെ ബന്ധപ്പെട്ട DTOനെ അറിയിക്കുകയും തുടർന്ന് പ്രിന്റഡ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കുകയും അങ്ങനെ ബസ് ഓട്ടാൻ തയ്യാറാവുകയും ചെയ്തു. KSRTC കാസർഗോഡ് ജനതയോട് കാട്ടിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ അവഗണന KSRTC അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അധികൃതരെ അറിയിക്കാനുള്ളത്. ധനഞ്ജയ മധൂർ, സുധാമ ഗോസാഡ, S കുമാർ, P രമേശ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഇനി പുണ്യം തേടി. SYS റംസാൻ റിലീഫ് വിതരണം നടത്തി. കടമ്പാറിലായിരുന്നു പരിപാടി. SYS ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖുറാൻ വിളിക്കുന്നു പരിപാടിയുടെ ഭാഗമായി കടമ്പാർ ശാഖയിലാണ് റിലീഫ് സംഘടിപ്പിച്ചത്. അഷ്റഫ് തങ്ങൾ മണ്ണമ്പാറ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിനകത്താണ് നമ്മുടെ നിയ്യത്ത്. നമ്മൾ പറയും നിയ്യത്ത് നന്നായാൽ ഒക്കെ നന്നായി, നിയ്യത്ത് നന്നായാൽ എല്ലാം നന്നായി. അപ്പൊ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? അത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്, മനുഷ്യരെ പിൻപറ്റാൻ വേണ്ടിയല്ല. ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാ നാസം ബിഇബ്നി മുസ്ലില. നീ മനുഷ്യന്റെ അഭിപ്രായത്തിന് വില വെക്കാൻ പാടില്ല. അവൻ ഇത് പറയും, അവൻ അത് പറയും, ഞാൻ വല്ലത് പറയും. പക്ഷെ നിന്റെ നിയ്യത്ത് റബ്ബിന്, അത് റബ്ബിന് തൃപ്തിയാണോ? നിർധനരായ 600 കുടുംബങ്ങളെ കണ്ടെത്തി അവർ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളാണ് വിതരണം ചെയ്തത്. 18 ലക്ഷം രൂപയുടെ റിലീഫ് പ്രവർത്തനമാണ് ഈ വർഷം നടത്തിയത്. അടുത്ത വർഷം മുതൽ 75 കുടുംബത്തിന് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയും 25 ക്വിന്റൽ അരി നൽകാനുള്ള പദ്ധതിയും നടപ്പാക്കും. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ സഹദി KC റോഡ് മുഖ്യപ്രഭാഷണം നടത്തി. സുലൈമാൻ കരിവെള്ളൂർ, ഹൈദ്രോസ് ഉസ്താദ്, അബ്ദുൽ ഹമീദ് മദനി, DA ലത്തീഫ് ബനാന, അബ്ബാസ് താജ്, KR വയനാട് എന്നിവർ സംസാരിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ കാസർഗോഡ് ജില്ലാ വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC വിജയികളെ അനുമോദിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികൾക്ക് അനുമോദനവും വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും നൽകി. കായക്കുളം ശ്രീ വിഷ്ണു ഓഡിറ്റോറിയത്തിലാണ് അനുമോദന യോഗം നടന്നത്. KMSS സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. 2014 കേരളത്തിലെ മൺപാത്ര നിർമ്മാണ സമുദായ ചരിത്രത്തിലെ സുവർണ നക്ഷത്രമായിട്ടുള്ള ഒരു വർഷമാണ്. ആ 2014 നിന്ന് 2015 കയറുമ്പോൾ നമ്മൾ ചരിത്രപരമായി നേടിയെടുത്ത ഒരു ആനുകൂല്യത്തിന്റെ യാഥാർത്ഥ്യ സ്വഭാവം കൈവരികയാണ്. ആ സ്വപ്നം സാഫല്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് 2015 നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ 1991 അന്നത്തെ കേന്ദ്ര സർക്കാർ OECയിൽ ഏർപ്പെടുത്തിയ ശേഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ജില്ലാ പ്രസിഡന്റ് V കൃഷ്ണൻ അധ്യക്ഷനായി. ജിതിൽ പാണപ്പുഴ, റിട്ടയർഡ് ജയിൽ സൂപ്രണ്ട് A ദേവദാസ് എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. VV പ്രഭാകരൻ മാസ്റ്റർ, K ഭാസ്കരൻ, K പീതാംബരൻ, ഗീതാനാരായണൻ, നിർമ്മല ഇരുമക്കുളം, KR രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K കുമാരൻ സ്വാഗതവും KMSSS പെരിയ ശാഖാ സെക്രട്ടറി AK പ്രകാശൻ നന്ദിയും പറഞ്ഞു.
അരയി ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് രോഗമുക്തി യോഗാസനം പദ്ധതി ആരംഭിച്ചു. സ്കൂൾ PTA-യുടെയും സൗഖ്യമറ്റ് ബേക്കൽ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് രോഗമുക്തി പദ്ധതി ആരംഭിച്ചത്. ജീവിതശൈലി രോഗങ്ങളെയും മഴക്കാല വ്യാധികളെയും പ്രതിരോധിക്കാൻ യോഗാസനത്തോടൊപ്പം മറ്റൊന്നില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അരയി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ PTA-യും സൗഖ്യം അറ്റ് ബേക്കൽ പ്രകൃതി ചികിത്സാ കേന്ദ്രവും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര ആരോഗ്യ വികസനത്തിനായി രോഗമുക്തി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടുള്ള ആരോഗ്യ പരിപാലന പരിപാടി ആരംഭിച്ചത്. നാടൻ ഇലക്കറിമേള, ജൈവ പച്ചക്കറി കൃഷി, ശുചിത്വ ഭവന മത്സരം, വിഷം തീണ്ടാത്ത ആഹാരത്തിനായി ജനസമ്പർക്ക പരിപാടി, അടുക്കള ക്വിസ് തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടക്കും. ഡോക്ടർ ഷിംജി P. നായർ, ഡോക്ടർ രജിത G. നായർ, ഡോക്ടർ ലാവണ്യ ഉപാധ്യായ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ യോഗ ഡെമോൺസ്ട്രേഷൻ നടത്തി. പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ, PTA പ്രസിഡന്റ് P. രാജൻ, KV ഷൈജു, KBR കണ്ണൻ, ശോഭന കൊഴുമ്മൽ, ഹേമാവതി, ശാലിനി, സുധീഷ്ണ, മായ എന്നിവർ നേതൃത്വം നൽകി. ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് വീട് തകർന്നു. മഞ്ഞോട്ടെ പ്രകാശിന്റെ ഓടുമേഞ്ഞ വീടാണ് തെങ്ങ് കടപുഴകി വീണ് തകർന്നത്. ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് കൊവ്വൽപ്പള്ളി മഞ്ഞോട്ട് ദേവാലയത്തിന് സമീപത്തെ V. പ്രകാശിന്റെ വീട് തകർന്നു. അപകടത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വിലയിരുത്തുന്നു. തകർന്ന വീട് റവന്യൂ അധികൃതർ സന്ദർശിച്ചു. അരയിപ്പാലം കൂളിയങ്കാൽ റോഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നത് ഒഴിവാക്കണമെന്ന് സർവകക്ഷി സംഘം. യാത്രാ സൗകര്യം ഒരുക്കി വേണം അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാനെന്നും സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. അരയിപ്പാലം കൂളിയങ്കാൽ റോഡ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നത് ജനങ്ങൾക്ക് കടുത്ത യാത്രാ ദുരിതം വരുത്തുമെന്ന് ആരോപിച്ച് സർവകക്ഷിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങി. സമാന്തര യാത്രാ സൗകര്യമില്ലാതെ റോഡും പാലവും അടച്ചിടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അരയി വാഴുന്നൊരടി പ്രദേശവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി PWD അധികൃതർ റോഡ് അടച്ചിടുന്നതായി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. അമ്പലത്തറ നീലേശ്വരം വഴി വാഹനങ്ങൾ തിരിച്ചുവിടുമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ മഴക്കാലത്ത് അറ്റകുറ്റപ്പണി നടത്തുന്നത് ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. റോഡ് അടച്ചിടുന്നത് ഒഴിവാക്കണമെന്ന് സർവകക്ഷി നേതാക്കൾ പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് മുതലും മറ്റുള്ള ആർക്കും തന്നെ ടൗണുമായിട്ട് ബന്ധപ്പെടാൻ ഒരു സൗകര്യം ഉണ്ടാവും. അതുകൊണ്ട് അത് വേണം, കോൺക്രീറ്റ് ചെയ്യണം, വെള്ളം പോകണം, അതൊക്കെ വളരെ സത്യമാണ്, വേണ്ടുന്നതാണ്. പക്ഷെ അത് ഈ വർഷത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോകാൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതേ അവസരത്തിൽ വേനൽക്കാലത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്ക് കൂടെ റോഡ് തരാൻ പറ്റും, ഈ പാലുമായിട്ട് ബന്ധപ്പെടാൻ ഇവിടെ ചെയ്യുമ്പോൾ. അതിന് പകരം ഇപ്പോൾ നിർബന്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാട് ഒരു മടിക്കയിലേയും കൂടി നീലേശ്വരത്തെയും കൂടി കാഞ്ഞങ്ങാട് കോട്ടച്ചേരിക്ക് എത്തണം എന്ന് പറഞ്ഞെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്കൊന്നും പോകാനേ ആവില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അത് PWD ഡിപ്പാർട്ട്മെൻറ്റ് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു നടപടിക്ക് എടുക്കണം. അത് വേനൽക്കാലത്ത് മാത്രമേ ചെയ്തുകൂടൂ. അങ്ങനെ ചെയ്യാത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഒന്നിച്ച് നിന്നുകൊണ്ട് നമുക്കത് പോരാടേണ്ടി വരും എന്നുള്ളതാണ് നാട്ടുകാരുടെ അഭിപ്രായം. റോഡ് അടച്ചിടുന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഓഫീസുകളിലെത്തുന്നവരും ഏറെ ദുരിതമനുഭവിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. റോഡ് പണി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് PWD റോഡ് വിഭാഗം സബ് ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തെങ്ങിൻ തൈ വിതരണം തുടങ്ങി. നറുക്കെടുപ്പിലൂടെയായിരുന്നു ഇത്തവണ തൈ നൽകേണ്ടവരെ കണ്ടെത്തിയത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും സങ്കരയിനം തെങ്ങിൻ തൈകളുടെ വിതരണം ആരംഭിച്ചു. കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച സങ്കരയിനങ്ങളായ കേരഗംഗ, ലക്ഷഗംഗ, കേരസൗഭാഗ്യ, അനന്തഗംഗ തുടങ്ങിയ തെങ്ങിൻ തൈകളാണ് വിതരണം ചെയ്യുന്നത്. 12,000-ഓളം അപേക്ഷകരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് തൈകൾ നൽകുന്നത്. ഒരാൾക്ക് 5 തൈകൾ മാത്രമാണ് നൽകുന്നത്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തൈകൾ സ്വന്തമാക്കാൻ വ്യത്യസ്തമായ തീയതികൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും അധികം അപേക്ഷ കിട്ടിയ ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. 7,000-ഓളം അപേക്ഷകൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കിട്ടി. തുടർന്ന് കാസർഗോഡ് ജില്ല 4,495 അപേക്ഷ കിട്ടിയത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾക്ക് തൈകൾ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം തൈകളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് എന്തിനേലും ആദ്യത്തെ ഒരു 400 പേർക്ക് ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞ് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ സൗകര്യം പോലെ കൊടുക്കുന്നതാണ്. സാധാരണ ജൂൺ 1-നാണ് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തിരുന്നത്. എന്നാൽ മുഴുവൻ ആളുകൾക്കും തൈകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ നറുക്കെടുപ്പ് രീതി സ്വീകരിച്ചത്. തൈകൾ വാങ്ങാനെത്തിയവരുടെ തിരക്ക് നിയന്ത്രിക്കാനും ഇതുവഴി സാധിച്ചു. നിയന്ത്രണം വിട്ട ഓമ്നി വാൻ വയലിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു.
ശനിയാഴ്ച രാവിലെ പൊസോട്ട് പെട്രോൾ പമ്പിനടുത്തായിരുന്നു അപകടം. ഉപ്പളയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്ക് പോവുകയായിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. മഞ്ചേശ്വരം കേബിൾ ഓപ്പറേറ്റർ ഉസ്മാൻ പാണ്ഡ്യാലയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടിയിലുണ്ടായിരുന്ന ഖലീൽ, മജീദ് എന്നിവർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ഖലീലിനെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം പൂർണ്ണമായും തകർന്നു. തയ്യൽ തൊഴിലാളി രജിതയ്ക്ക് തയ്യൽ മെഷീൻ നൽകി BMS ചുമട്ടുതൊഴിലാളി സംഘം മാതൃകയായി. BMS ചുമട്ടുതൊഴിലാളി സംഘത്തിന്റെ നേതൃത്വത്തിൽ നീലേശ്വരത്തെ തയ്യൽ തൊഴിലാളി രജിതയ്ക്ക് തയ്യൽ മെഷീൻ നൽകി. BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണനാണ് തയ്യൽ മെഷീൻ നൽകിയത്. തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു സേവന മനോഭാവത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു വിഹിതം എന്ന രീതിയിൽ എല്ലാവരും എടുത്തുകൊണ്ടാണ്, അതേപോലെ നമ്മുടെ അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ച് ആ പെൺകുട്ടിക്ക് നൽകുന്നത്. K. ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷനായി. രാജൻ പിലിക്കോട്, അഡ്വക്കേറ്റ് E. സുകുമാരൻ, ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. AISFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. നൂറുകണക്കിന് ആളുകൾ ധർണയിൽ പങ്കെടുത്തു. സ്വയംഭരണ കോളേജ് അംഗീകാരം ഉപേക്ഷിക്കുക, പാഠപുസ്തക വിതരണം, യൂണിഫോം വിതരണം എന്നിവ വേഗത്തിലാക്കുക, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുവിദ്യാഭ്യാസം എന്നിവ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് AISFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് ധർണ നടത്തി. ഇന്ത്യയിലും ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യവും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KR ചന്ദ്രകാന്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. അതിന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് കാണിച്ച ആ ധൃതിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ആ ഫലം പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർക്ക് ലിസ്റ്റുകളിൽ നിരവധി പോരായ്മകളുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഫലം പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം തുനിഞ്ഞത്. പക്ഷെ അതിൻ്റെ ഭാഗമായി പിന്നെ നാളിതുവരെയായി ആ ഫല പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചിട്ടില്ല. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് അതിനുവേണ്ട ഒരു ഇടപെടലും നടത്തുന്നില്ല. ജില്ലാ വൈസ് പ്രസിഡന്റ് രാഹുൽ വെള്ളിക്കോത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഗിരീഷ് മണാന്തോട്, CPI കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി CK ബാബുരാജ്, AISF മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് മണിക്കൈ, AISF സംസ്ഥാന കമ്മിറ്റി അംഗം അഖിൽ M. ചങ്ങമ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സർവീസ് പെൻഷൻസ് യൂണിയൻ നീലേശ്വരം നോർത്ത് യൂണിറ്റ് കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. പഠനത്തിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നീലേശ്വരം ജനതാ കലാസമിതി ഓഡിറ്റോറിയത്തിലാണ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നീലേശ്വരം നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ നടന്നത്. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. കൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ബാങ്കുകളും അമേരിക്കയിൽ ബാങ്കുകളൊക്കെ തകർന്ന് ഇതിനെ അമേരിക്ക പറയുന്നതായിരിക്കും. ബാങ്കുകളൊക്കെ തരിപ്പണമായപ്പോൾ അവിടുത്തെ പെൻഷൻ മേഖല മുഴുവൻ തകർന്നില്ലേ? പല രാജ്യങ്ങളും തകർന്നില്ലേ? പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് എത്ര രാജ്യങ്ങളിലെ പണിമുടക്ക് നടത്തുന്നറിയാം. ബ്രിട്ടനിൽ ഒരു സമരവും നടക്കാത്ത ബ്രിട്ടനിൽ കഴിഞ്ഞ 2014 മാത്രം നേഴ്സുമാരുടെ സമരം പൂർണ്ണമായി ആത്മഹത്യ സംഭവിച്ചുകൊണ്ടുള്ള നേഴ്സുമാർ സമരം നടന്നു. തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കി 20 ലക്ഷത്തോളം എന്ന തൊഴിലാളികൾ. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് 2013 P. ശ്രീധരൻ അധ്യക്ഷനായി. നവാഗത പെൻഷൻകാർക്ക് യൂണിയനിൽ അംഗത്വം നൽകിക്കൊണ്ട് മെമ്പർഷിപ്പ് വിതരണം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KCS നായർ നിർവഹിച്ചു. SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. യൂണിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. ജയറാം പ്രകാശ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉപന്യാസ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച NP വിജയൻ, തുളുനാട് അവാർഡ് ജേതാവ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി K. സുജാതൻ ഉപഹാരം സമ്മാനിച്ചു. C. കരുണാകരൻ നായർ, PUD നായർ, MV യശോദ, TV സരസ്വതിക്കുട്ടി, P. രത്നാവതി എന്നിവർ സംസാരിച്ചു. CK നാരായണൻ സ്വാഗതവും P. മോഹനൻ നായർ നന്ദിയും പറഞ്ഞു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പൊതുമരാമത്ത് പണികളും ജനുവരിയിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി PK ഇബ്രാഹിം കുഞ്ഞ്. ഹോണിബേഗലു പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വിവാദങ്ങൾക്ക് വിട. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ നടപടികൾക്ക് തുടക്കമായി. ദേശീയപാതയിൽ KSRTC സർവീസ് മുടക്കി. പ്രതിഷേധവുമായി BJP. പാഠപുസ്തക വിതരണം വേഗത്തിലാക്കണമെന്ന ആവശ്യം. AISF പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഴ കനത്തു, ഒപ്പം കാറ്റും. കാഞ്ഞങ്ങാട്ട് വീട് തകർന്നു. റമദാൻ മാസത്തിൽ റിലീഫ് വിതരണവുമായി വിവിധ സംഘടനകൾ. കടമ്പാറിൽ SYS പ്രവർത്തകർ റിലീഫ് വിതരണം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.